ഉറക്കത്തിന്ന് എണീറ്റ് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയി നോക്കാം. പറയുന്ന കേട്ടല്ലോ, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞാൻ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യൊരു തവണ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ എത്തുന്ന വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ പോസ്റ്റായി നിന്നു. വീണ്ടും വന്ന് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് കിടന്ന് ഉറങ്ങി വന്നപ്പോഴാണ് ഒരു 3 മണിയായപ്പോൾ ആൾ വിളിച്ചു, ഇവിടെ എത്താറായിട്ടുണ്ട്, വായോട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരില്ല, കുറച്ച് തൊട്ടപ്പുറത്തെ റോഡിലേക്ക് വരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആളെ ഞാൻ അങ്ങോട്ട് വരുത്തിച്ചു. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പോസ്റ്റായി, എന്നാലും സാധനം കയ്യിൽ കിട്ടി. പിന്നെ അത് തുറക്കാനുള്ളൊരു ത്വരയായിരുന്നു, എന്താണ് അതിലുള്ളത് എന്നുള്ളത്. ഓൾറെഡി എനിക്ക് അറിയാമായിരുന്നു ആരാണ് ഗിഫ്റ്റ് തരുന്നതെന്നുള്ളത്. 2 ദിവസം മുന്നെയാണ് ഞാൻ അറിഞ്ഞത് ആരാണ് ഗിഫ്റ്റ് തരുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടീമിലുള്ള ആൾ തന്നെ ആയതുകൊണ്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാവും, എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം പേരൊന്നും ഞാൻ പറയുന്നില്ല. അതിലൊരാളാണ് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയ പാടെ നല്ല ചൂടായിരുന്നല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രേപ്പ് ജ്യൂസ്. അപ്പോൾ അതെടുത്തൊന്ന് കുടിച്ചു. പിന്നെ പെട്ടി തുറക്കാനായി. അപ്പോൾ ആദ്യം തന്നെ പറയാം, നല്ല കവറിങ് ആയിരുന്നു, നല്ല സേഫായിട്ടാണ് സാധനം എനിക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ കവറൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. കുറേ കത്തിയൊക്കെ എടുത്തിട്ടാണ് ഇത് പൊട്ടിച്ചെടുത്ത്. അപ്പോൾ ആദ്യത്തെ കവർ പൊട്ടിച്ചെടുത്തപ്പോൾ വിചാരിച്ചു അതായിരിക്കും, അതിനുള്ളിലായിരിക്കുന്നു. പക്ഷെ അങ്ങനെയായിരുന്നില്ല, ഒന്നും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത കവർ കണ്ടപ്പം ഞാൻ ആ ഒരു പേപ്പർ ഞാൻ എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ആദ്യം ക്ഷമയോടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ഭയങ്കര എനിക്ക് ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ കുത്തിപ്പുറുക്കി വലിച്ചു വരി ഇട്ടു. ആ പേപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് അങ്ങനെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതൊരു മാത്രം എടുത്ത് വെക്കാൻ പറ്റിയില്ല. അതിനുള്ള ക്ഷമ ഉണ്ടായില്ല. കാരണം എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് അറിയാനായിരുന്നു ആ ത്വര ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പം അതിനുള്ളിൽ പെട്ടെന്ന് തുറക്കാൻ പറ്റില്ലോ എന്നൊക്കെ വിചാരിച്ച് പെട്ടെന്ന് തുറന്ന് നോക്കി. പക്ഷേ അതിലും കാര്യം ഉണ്ടായില്ല. അതിനുള്ളിലൊരു പെട്ടി ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത്, നല്ല കവറിങ് ആയിരുന്നു കേട്ടോ, നല്ല സേഫായിട്ടോടെ എത്തിയിട്ടുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ അടിപൊളിയായിരുന്നു, സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ബോക്സും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ എടുത്തു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ കഴിഞ്ഞത്, വിഷു എത്താറായി, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതെന്ന്. ഞാൻ ഒരുപാട് നാളായിട്ട് എടുത്തു വെച്ചതാണ്. എനിക്ക് സമയം ഉണ്ടായില്ല, എഡിറ്റ് ചെയ്യാറില്ല, ഒന്ന് മെർജ് ചെയ്യാനുള്ള സമയം എനിക്കുണ്ടായില്ല, എഡിറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴാണ് എനിക്കതിന് സമയം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത് വെക്കാമെന്ന് വെച്ചത്. അപ്പോൾ അങ്ങനെ അതും തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ല് കേട്ടോ. ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആളല്ല, പക്ഷേ ഇങ്ങനെ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറ് എങ്ങനെയാണ് നല്ലതാണെന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനത് കുറച്ച് നേരം അടിച്ചൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. റൂമിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ ആദ്യം പറഞ്ഞ് 2 ദിവസം ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു ഞാൻ നേരെ. പക്ഷെ അടിപൊളി സ്മെല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് താങ്ക്സ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് എല്ലാവർക്കും, ഹരിക്കായാലും ഭയങ്കര